പ്രിയമുള്ളവരെ, ഫാമിലി ഷോപ്പിംഗ് സെന്റർ എന്ന പേരിൽ പാലാക്കവലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെ ഫാമിലി സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ മലഞ്ചരക്ക് ജംഗ്ഷന് സമീപം ശ്രീ ടോമി കാളാമ്പറമ്പന്റെ ഉടമസ്ഥതയിലുള്ള അലൻ ടവറിലേക്ക് ശനിയാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അന്ന് കേരളപ്പിറവി ദിനം കൂടിയാണ്. നവംബർ 1 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ. ഇതിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KB ബിബീഷിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട റോജി M. ജോൺ MLA നിർവഹിക്കുന്നു. പ്രസ്തുത ചടങ്ങിലേക്ക് ഏവരെയും സഹൃദയം ക്ഷണിക്കുകയാണ്. ഫാമിലി സൂപ്പർ മാർക്കറ്റിന് വേണ്ടി ന്യൂസ് ക്ലബിനൊപ്പം ഞാൻ ജസ്റ്റോ പാപ്പച്ചൻ, ഡിസ്ട്രിക്ട് 63 ന്യൂസ്. രാജ്യവും ശക്തിയും മഹത്വവും ഭക്ഷണം സമ്പാദിക്കുവാനാദിപിതാവായ ആദം വഴി ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ. ജീവിതയാത്രയിലെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ് ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങയുടെയും ജീവിതത്തെയും മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ലേഖനം 2-3 അധ്യായം 6-10 സഹോദരനെ, അലസതയിലും ഞങ്ങളിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിലുണ്ടാകാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനെന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിൽ നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി പഠിച്ചിട്ടില്ല. ആർക്കും ഭാരമാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണാർഹമായൊരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി: അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ ഈ കടയിലെ ഉടമസ്ഥർക്കും ഈ കടയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും മാർഗദീപമായിരിക്കട്ടെ. മക്കളോ അല്ല
ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസനവും കുരിശുമരണവും ഉദ്ധാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും ഈ രൂപങ്ങൾ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെയും രക്ഷാകര പ്രവർത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപം ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം ഇവരെന്നും അനുഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, മനുഷ്യ സേവനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ഈ കട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വരദാനങ്ങൾ നൽകി ഈ കടയുടെ ഉടമസ്ഥരെയും ഇതിൽ ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കുവാനിടയാവട്ടെ. അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഈ സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധത്തിന് നിദാനമാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ കട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹവും തിരുരക്തത്തിന്റെ സംരക്ഷണയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് ഇതിലൂടെ ആരംഭിക്കുന്ന ഫാമിലി സൂപ്പർ മാർക്കറ്റിന്റെ ബെഞ്ച് വിവരമാണ് നിഖിലച്ചൻ നിർവഹിച്ചത്. ഏറ്റവും ആധ്യാത്മിക ചിന്തകളുള്ള വാക്കുകളിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ മുൻപിലേക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരിൽ, കുടുംബാംഗങ്ങളുടെ പേരിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നിഖിലച്ചന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. ചായ കുടിക്കാം കേട്ടോ, ചായ ഉണ്ട്.